പുതിയ തലമുറയിലെ എഴുത്തുകാരൻ പുള്ളിക്കറുപ്പനും മരിപ്പാഴിയും എഴുതിയ മധുശങ്കർ മീനാക്ഷി ഇപ്പോൾ എനിക്കൊപ്പമുണ്ട്. ഷഡ്കാലമാരാരെ പറ്റി പറയും. 8 കാലങ്ങളിലും കൊട്ടിയ ആളാണ് MT വാസുദേവൻ നായർ. എങ്ങനെ വാരാണസിയുടെ എഴുതിയ MTയെ മരിപ്പാഴി എന്ന കാശിയുമായി ബന്ധപ്പെട്ട പുസ്തകം കൊണ്ട് അദ്ദേഹത്തെ കൈമാറിയപ്പോൾ എന്ത് പറഞ്ഞു? MT ആദ്യം പറഞ്ഞത്, ഞാൻ വാരാണസി വൈകിയാണ് വാരാണസി എഴുതുന്നത്. കാശിയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു നോവൽ ആദ്യമേ എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ പരം പുണ്യം വേറെ ഇല്ല എന്നാണ് MT പറഞ്ഞത്. അപ്പം അത് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയൊരു വലിയ അവാർഡ് എന്ന് പറയാൻ. കാരണം ആ ബുക്ക് ഇറങ്ങിയ ദിവസം MTക്ക് ഞാനത് കൊടുത്ത് കഴിഞ്ഞ KLF-ലാണ് ആ നോവൽ ഇറങ്ങിയത്. ആ KLF-ൽ MT വന്നിരുന്നു, നമുക്കറിയാം. MTയുടെ പ്രസംഗം നമ്മൾ അന്ന് ശ്രദ്ധിച്ചതാണ്. ആ പ്രസംഗത്തിന് തൊട്ട് മുമ്പാണ് ഞാൻ മരിപ്പാഴി MTക്ക് കൊടുക്കുന്നത്. അപ്പം MT ഇത് വായിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോഴേക്ക് MTക്ക് വായന എല്ലാം കുറഞ്ഞു വന്നിരുന്നു. വാരാണസിയെ പറ്റിയിട്ട് എന്തായിരുന്നു? വാരാണസി എന്ന് പറഞ്ഞാൽ ഈ മരിപ്പാഴി എഴുതുന്നതിന് മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട് MTയുടെ വാരാണസി ഉണ്ട് കേട്ടോ, വാരാണസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാം, ഞാൻ എഴുതാൻ പോകുന്നത് വാരാണസി പോയ ഒരു വഴിയിലല്ല ഞാൻ കാശിയെ കാണുന്നത്. കേരളത്തിന്റെ പരിച്ഛേദം എന്ന് പറയാം. ഒരുപാട് ആളുകൾ MT വാസുദേവൻ നായരെ കാണാൻ അവിടേക്ക് എത്തുകയാണ്. കൽപ്പറ്റ നാരായണൻ അടക്കമുള്ള ആളുകൾ അവിടെ എത്തുന്നത് നമ്മൾ കണ്ടു. സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ അനേകം ആളുകളാണ് MT വാസുദേവൻ നായരെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടേക്ക് സിത്താരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.